मुंबई में मानसून ने दी दस्तक। लगातार तेज बारिश के बाद मुंबई के कई इलाके डूबे। समय से पहले मुंबई में मानसून पहुंचा। साइन रेलवे ट्रैक पर भरा पानी, लोकल पर भी पड़ा असर। देश में पिछले 24 घंटे में 92,576 नए मामले कोरोना के सामने आए, जबकि कोरोना से 2,219 लोगों की हुई मौत। पीएम मोदी से मिलने पहुंचे शुभेंदु अधिकारी। बंगाल हिंसा और राहत सामग्री घोटाले को लेकर चर्चा संभव। पंजाब कांग्रेस में चल रही कलह पर आज फैसला संभव। 3 सदस्यीय समिति आज सोनिया गांधी को तैयार रिपोर्ट सौंपेगी। सीएम ममता बनर्जी से मिलेंगे किसान नेता राकेश टिकैत। कोलकाता में आज 3 बजे। കുട്ടികളെ, നമ്മളിപ്പോൾ കണ്ടത് നവമാധ്യമമായ TV അല്ലെങ്കിൽ ഇന്റർനെറ്റ് പോലെയുള്ള ചാനലുകളിൽ വരുന്ന വാർത്തയാണ്. നമ്മളെല്ലാവരും ഇന്ന് നമ്മുടെ സമയം ലാഭിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ചെറുതും അതുപോലെ തന്നെ സംക്ഷിപ്തവുമായ വാർത്തകൾ കണ്ട് വേഗം സമയം ലാഭിക്കുന്നു. നമ്മൾ ഇത് ചെയ്യുന്നില്ല. നമ്മുടെ അച്ചടി മാധ്യമമായ പത്രങ്ങൾ വായിക്കാൻ സമയം കണ്ടെത്താറില്ല. हमें हमेशा याद रखना है, हमें दिन में कम से कम एक समाचार पत्र पढ़ना है. നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദിവസത്തിൽ ഒരു പത്രമെങ്കിലും വായിക്കണം. समाचार पत्र पढ़ने से केवल खबर नहीं मिलता है, बल्कि हमारी पढ़ने की रुचि, हमारा ज्ञान, ये सब बढ़ता है. കേവലം പത്രം വായിക്കുന്നത് കൊണ്ട് വെറും വാർത്തകൾ മാത്രമല്ല ലഭിക്കുന്നത്, മറിച്ച് വായിക്കാനുള്ള ഒരു താല്പര്യം, അതുപോലെ തന്നെ മറ്റ് ലോക വിവരങ്ങളും മറ്റ് കാര്യങ്ങളും അറിവുകളും വർദ്ധിക്കുന്നു. तो आज हम रपट कैसे लिखेंगे ये पढ़ेंगे. നമ്മൾ നമ്മുടെ പാഠങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പഠിച്ചു വരികയാണ്. അതിൽ നേരത്തെ പോസ്റ്റർ, കത്ത്, ഡയറി ഇതൊക്കെ പഠിച്ചു. हमने पोस्टर पढ़ा है, पत्र लेखन पढ़ा है, डायरी कैसे लिखना है, ये सब पढ़ा है. आज यहाँ हम रपट क्या है, रपट कैसे लिखेंगे ये पढ़ेंगे. എന്താണ് റപ്പട്ട്? പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സമാചാർ പത്ര കെ ലിയേ ഏക് റപ്പട്ട് ലിഖിയേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ അറിയണം, അല്ലേ? യഹാ ഹം ഏക് റപ്പട്ട് ദേഖേംഗെ. നമുക്കൊരു റപ്പട്ട് നോക്കാം. പ്രവേശനോത്സവ से अध्ययन वर्ष की शुरुआत. तिरुवनंतपुरम सन 2021-22 अध्ययन वर्ष की शुरुआत प्रवेशनोत्सव के साथ हुआ. तिरुवनंतपुरम के कॉटन हिल हाई स्कूल में राज्य स्तर का प्रवेशनोत्सव का उद्घाटन आदरणीय मुख्यमंत्री ने किया. महत व्यक्तियों का भाषण इस समारोह की शोभा बढ़ाए. इसके बाद स्कूल स्तर पर भी बच्चे, अध्यापक और अभिभावक सब मिलकर धूमधाम से प्रवेशनोत्सव मनाया गया. बच्चों की रंगारंग कार्यक्रमों से यह समारोह संपन्न हुआ. कोरोना महामारी के कारण इस साल भी ഓൺലൈൻ में ही पढ़ाई संपन्न होगा. അപ്പോൾ ഇവിടെ കൊടുത്ത ന്യൂസ് എന്താ? നമ്മുടെ സ്കൂളുകളിൽ പ്രവേശനോത്സവം ഉണ്ടായതിൻ്റെ ഒരു വാർത്തയാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളെക്കുറിച്ചും നമ്മൾ നിത്യവും പത്രങ്ങളിൽ കാണാറുണ്ട്. हमारे देश में, हमारे राज्य केरल में हर दिन क्या क्या हो रहा है, या एक दिन घटित हुए किसी घटना के बारे में समाचार पत्र में एक रपट रूप के रूप में हमेशा आता है. നിങ്ങളൊക്കെ വായിക്കുന്നതല്ലേ? ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിത്യവും പത്രം വായിക്കുന്നവരുണ്ടാകും. അവർക്കിതൊക്കെ വളരെ എളുപ്പമായിട്ട് തോന്നാം. ഈ ഒരു കാര്യം പരീക്ഷയിൽ നിങ്ങൾക്ക് എഴുതാൻ ലഭിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു റപ്പട്ട് സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്? റപ്പട്ട് വസ്തുനിഷ്ഠ होना चाहिए. रपट वस्तुनिष्ठ हो.
നമുക്ക് തോന്നുന്നത് പോലെ വാരി വലിച്ചെഴുതാതെ അതിനൊരു യുണീക്നെസ് ഉണ്ടാകും. दूसरा रपट क्या, कौन, कब, कैसे, कहाँ आदि प्रश्नों के उत्तर देने लायक हो. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എടുത്താൽ അതിലെന്തൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്? ക്യാ, എന്താണ് ഈ വാർത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിലുള്ളത്, എന്താണ് വാർത്ത. കോൻ, ആ വാർത്തയിൽ ആരൊക്കെയുണ്ട്. കബ്, എപ്പോഴാണ് ആ വാർത്ത നടന്നത്. കേസെ, എങ്ങനെയാണ് ആ വാർത്ത നടന്നത്. കഹാം, എവിടെയാണ് അത് നടന്നത്. ഇത്രയും കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്രയും ചോദ്യങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാങ്കിന് ഉത്തരം ലഭിക്കുന്നതായിരിക്കണം ആ ഒരു റിപ്പോർട്ട്. അപ്പം നമ്മൾ എഴുതുന്ന സമയത്ത് ജബ് ഹം ഏക് സമാചാർ പത്ര में रपट तैयार करेंगे तो उस समय हमें हमेशा याद रखना है उसमें क्या, कौन, कब, कैसे आदि सवालों के लिए उत्तर मिलना चाहिए. समझे ना? എല്ലാവർക്കും മനസ്സിലായില്ലേ? अगला है रपट में लेखक का अपना दृष्टिकोण प्रकट हो. अगर एक വ്യക്തി റപ്പട്ട് ലിഖ്താ ഹെ, നമുക്കറിയാം ഒരു ന്യൂസ് പേപ്പർ എടുത്താൽ അതിൽ വാർത്ത എഴുതുന്ന തയ്യാറാക്കുന്ന ആളുണ്ടാവും. ഇതിനൊക്കെ ക്രോഡീകരിക്കുക പലപ്പോഴും അതിൻ്റെ മെയിൻ എഡിറ്ററായിരിക്കും. പക്ഷെ നിങ്ങളൊരു റപ്പട്ട് ലേഖകാന്ന് വിചാരിക്കുക. അപ്പോൾ റപ്പട്ട് ലേഖകാവുന്ന സമയത്ത് റപ്പട്ട് ലിഖ്തേ സമയം അതിലെന്തുണ്ടായിരിക്കണം? ആ റപ്പട്ട് എഴുതുന്ന ലേഖകൻ്റെ ദൃഷ്ടികോൺ, കാഴ്ചപ്പാട് അതിൽ പ്രതിഫലിക്കണം. ओके. शीर्षक आकर्षक हो. रपट लिखते समय हमेशा शीर्षक होना चाहिए. ഒരു ശീർഷകമില്ലാതെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതരുത്. वो आकर्षक भी होना चाहिए. അത് ആകർഷകമായിരിക്കണം. അത് വായിക്കുമ്പോൾ തന്നെ നല്ല നമ്മുടെ മൈൻഡിനെ, മനസ്സിനെ ക്യാച്ച് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ പരീക്ഷകൾക്ക് നിങ്ങളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് क्या होना चाहिए? हमेशा शीर्षक होना चाहिए. ശീർഷകമില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ आप लोग बहुत आसानी से परीक्षा में एक अच्छी रपट तैयार कर सकते हैं. ठीक है. आगे हम वार्तालाप पढ़ेंगे. वार्तालाप क्या होता है? वार्तालाप को अक्सर बातचीत भी कहा जाता है. वार्तालाप ने നമ്മൾ बातचीत എന്ന് കൂടി ഹിന്ദിയിൽ പറയാറുണ്ട്. उसे अंग्रेजी में कॉन्वर्सेशन कहते हैं. अंग्रेजीയിൽ എന്ത് പറയും? കോൺവെർസേഷൻ. രണ്ട് വ്യക്തികൾ പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുന്നതിനെയാണ് വാർത്താലാപ് എന്ന് പറയുന്നത്. പലപ്പോഴും വാർത്താലാപ് वो फ्रेंडली हो सकता है, ഒഫീഷ്യൽ हो सकता है. നമ്മളത് ഫ്രണ്ട്ലി ടോക്ക് ആകാം, ഒഫീഷ്യൽ ടോക്കുകളാകാം. ഇതൊക്കെ വാർത്താലാപിൽ വരും. ഓക്കെ. ഒരു വിഷയം കിട്ടിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ രസകരമായ രീതിയിൽ വാർത്താലാപ് തയ്യാറാക്കാൻ സാധിക്കണം. തയ്യാറുള്ള ഒരു ചെറിയ ഫോർമാറ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നാം ഏക്. ഇവിടെ നാം ഏക് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേര്. നാം ഏക്. ക്യാ ആപ്കോ ജൽദി ഹൈ? നാം ദോ, അടുത്ത വ്യക്തി. നഹീ തോ നാം ഏക്. ക്യാ मैं कुछ बताऊं? നാം ദോ, हाँ जरूर बताइए. പിന്നീട് അവിടെ ഡോട്ട് ആയി കൊടുത്ത്, അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ കൊടുത്ത ഭാഗത്ത് ഏത് വിഷയത്തെ ആസ്പദമാക്കിയാണോ നിങ്ങൾ സംസാരിക്കുന്നത് ആ മെയിൻ കാര്യങ്ങൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് കൊടുത്ത പോലെ നാം ഏക് ठीक है, ബാക്കി ബാത് ഭി, നാം ദോ ठीक है. ഈ രീതിയിൽ തന്നെ ഒരു കോൺവെർസേഷൻ്റെ ഫോർമാറ്റ് ഉണ്ടാകണമെന്നില്ല. ഇത് കേവലം നിങ്ങളുടെ മുന്നിൽ വെച്ചൊരു മാതൃക മാത്രമാണ്. आप लोग अपने आप से भी लिख सकते हैं. ठीक है.
നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺവെർസേഷൻ തുടങ്ങുന്ന സമയത്ത് നാം ഏക്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാ ആക്കോ ജൽദി ഹേ എന്ന് പറയുന്നതിന് പകരം നമസ്തേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പം അടുത്ത വ്യക്തി എന്ത് ചെയ്യും, നമസ്തേ. പിന്നെ പറയാം എന്ത്, അരേ തും കേസേ ഹോ. അറിയുന്ന ആളാകുമ്പോൾ നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാം, കോൺവെർസേഷനെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ജസ്റ്റ് ഒരു മാതൃകയാണ് വെച്ചിട്ടുള്ളത്. ഇസ് നമൂനേക്കോ ആധാർ ബനാക്കർ ആപ് ആगे अच्छे अच्छे वार्तालाप लिख सकते हैं. जब हम लोग आगे पढ़ बढ़ेंगे तो उस समय आप इन बातों को ध्यान में रखना है. ठीक है, किस तरीके से रपट लिखना है और किस तरीके से वार्तालाप लिखना है, ये दोनों हम लोग पढ़ चुके हैं, है ना. आगे हम अगले क्लास में मिलेंगे. ठीक है, बाय.